ഈശോയുടെ ചില പ്രബോധനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മനോഹരമായിട്ട് ഈശോ തന്നെ പ്രാവർത്തികമാക്കുന്ന ചിത്രം നമുക്ക് ഈശോയുടെ സഹന രംഗങ്ങളിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈശോ നിരന്തരം പഠിപ്പിച്ചിരുന്നൊരു കാര്യമാണ് ശത്രുക്കളെ സ്നേഹിക്കണം, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, നിങ്ങൾ ക്ഷമിക്കണം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈശോ അവരെ പഠിപ്പിക്കുമായിരുന്നു. അതൊക്കെ നമ്മൾ തൻ്റെ ശിഷ്യന്മാരുടെ മുഖമുദ്രയായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചു. ഈ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ഈശോ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈശോയുടെ പീഡാസഹന വേളയിൽ ഇത് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ ശത്രുക്കളായിരുന്നല്ലോ അവരെല്ലാവരും. ഈശോയെ ഏൽപ്പിച്ചു കൊടുത്തത് ഈശോയുടെ ശത്രുക്കളാണ്. ഈശോയെ അടിക്കുന്ന ഈശോയുടെ ശത്രുക്കളാണ്. ഈശോ ഒറ്റിക്കൊടുത്തത് യൂദാസ് സ്വന്തം ശിഷ്യനായതെങ്കിൽ തന്നെയും ഇവരോടൊന്നും ഈശോ ഒരു വിദ്വേഷം പുലർത്തുന്നതായിട്ട് കാണുന്നില്ല. ഈശോ അവരെയൊക്കെ സ്നേഹിക്കുന്നു. യൂദാസിനെയോടുള്ള സ്നേഹം എത്രയോ മാത്രം ഈശോ പ്രകടിപ്പിച്ചു. യൂദാസിനെ മാനസാന്തരത്തിലേക്ക് തിരിക്കാൻ വേണ്ടി ഈശോ എത്രമാത്രം ശ്രമിച്ചു. അവൻ്റെ പാവബോധത്തിലേക്ക് യൂദാസിനെ തിരിച്ചുവിടാൻ വേണ്ടി ഈശോ എത്ര പ്രാവശ്യം ശ്രമിച്ചു, ക്ഷമയോടുകൂടെ. അങ്ങനെ ആരോടും ശത്രുതയില്ലാത്ത ഈശോയെ നമ്മളിവിടെ കാണുന്നു. തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു, തൻ്റെ പീഡകർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു. കുരിശിൽ കിടക്കുന്ന അവസരത്തിൽ തന്നെ പീഡിപ്പിക്കുന്ന, തനിക്കെതിരായിട്ട് തന്നെ പരിഹസിക്കുന്ന, തന്നെ വെല്ലുവിളിക്കുന്ന ആ പടയാളികളെ കുറിച്ചും ഒക്കെ ഈശോ പറയുന്നത്, പിതാവേ, ഇവർ ചെയ്തത് എന്താണെന്ന് ഇവർക്ക് അറിയാൻ പാടില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. അപ്പോൾ പീഡകർക്ക് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു, ഈശോ ക്ഷമിക്കുന്നു. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈശോ ക്ഷമിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ. അവസാനമായി നമുക്ക് കാണാൻ സാധിക്കും ആ നല്ല കള്ളൻ്റെ കാര്യം. ഈശോയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട 2 കള്ളന്മാർ, അതിൽ ഒരാൾ അനുതാപത്തിലേക്ക് വരാൻ, പാപബോധത്തിലേക്ക് വരാനായിട്ട് ഇടയായപ്പോൾ ഈശോ അവരോട് ക്ഷമിക്കുക. വാസ്തവത്തിൽ ആദ്യമായി പർദീസയിൽ പ്രവേശിക്കും എന്ന് വാഗ്ദാനം ലഭിച്ച ആളാണ് ആ നല്ല കള്ളൻ. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായ ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കുക, ഈശോയുടെ ആ ക്ഷമ, ഈശോയുടെ ആ ഔദാര്യം, ഈശോയുടെ ആ സ്നേഹം, ചെറിയ ഒരു നന്മ പ്രവർത്തിക്ക് പോലും ഇത്രമാത്രം പ്രതിഫലം നൽകുന്ന ദൈവത്തിൻ്റെ അനന്തമായ കൃപ, അതാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ഈശോയുടെ പ്രബോധനങ്ങൾ ഈശോയ്ക്ക് ജീവിതമായിരുന്നു, വെറും ആശയ തലത്തിൽ മാത്രം ഇതായിരുന്നില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുക. അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥവത്തായിത്തീരും, ആധികാരികതയുള്ളതായിത്തീരും. ക്ഷമിക്കാനും സഹിക്കാനും, നമ്മുടെ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, നമ്മളെ എതിർക്കുന്നവർക്ക് ക്ഷമിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തീയ രൂപിയിൽ വളർന്ന് ഈശോയുടെ പിന്നാലെ പോകുന്ന യഥാർത്ഥ ശിഷ്യന്മാരായിത്തീരും. ഈശോയുടെ ആ വേദനയുടെ നിമിഷങ്ങളിൽ വാസ്തവത്തിൽ ഈശോ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ നിന്ന് ഈശോ ആഗ്രഹിച്ച ഒരു കാര്യം, അത് പ്രാർത്ഥനാ സഹായമായിരുന്നു. ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് മാറിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, എന്നോടൊപ്പം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഏകനായി മാറി നിന്ന് പ്രാർത്ഥിക്കുക. കുറേ നേരം കഴിഞ്ഞ് ഈശോ അവരുടെ പക്കലേക്ക് വന്നു. ഒരുപക്ഷെ ഈശോയ്ക്ക് ഇത്രമാത്രം വേദനയുണ്ടായിരുന്നു, ഏകാന്തത അനുഭവപ്പെട്ടു. അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പക്കലേക്ക് വരികയാണ്. ഒരുപക്ഷെ അല്പം ആശ്വാസത്തിന് വേണ്ടിയായിരിക്കാം, ആ സൗഹൃദം ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയായിരിക്കാം. ഈശോ വന്നപ്പോൾ അവർ ഉറങ്ങുകയാണ്. അപ്പോൾ അവരോട് ഈശോ ദയനീയമായി ചോദിക്കുക, നിനക്ക് 1 മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ സാധിക്കില്ലേ എന്ന് ഈശോ ചോദിക്കുന്നു.
എന്നിട്ട് വീണ്ടും പോകുന്നു. രണ്ടാമത് വീണ്ടും വരുന്നു കുറേ കഴിഞ്ഞ്, അപ്പോഴും അവർ ഉറങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈശോയുടെ ആ വേദനയുടെ നിമിഷങ്ങളിൽ വിയർക്കുവോളം വേദനിച്ചപ്പോൾ ഈശോ ആഗ്രഹിച്ച ഒരു കാര്യം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. ആ ദൈവികമായ ശക്തിയാണ് അവരിലൂടെയും ആ ശക്തി ലഭിക്കാൻ വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത്, ആഗ്രഹിച്ചത്. പക്ഷെ അതും ലഭിച്ചില്ല. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത്രമാത്രം ഏകാന്തതയിൽ തനിച്ച ഈശോ ഈ സകലത്തിലെ കാസ മുഴുവൻ കുടിച്ചു തീർക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ പോലും പ്രാർത്ഥിച്ച് സഹായിക്കാൻ പോലും ഇല്ലായിരുന്നു. അത്രമാത്രം ഏകാന്തതയിൽ ഏകനായി മനുഷ്യകുലത്തിൻ്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് അവിടുന്ന് അതിനുവേണ്ടി സഹിക്കുകയാണ്. അതാണ് ഈശോയുടെ സഹനത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത്. നമ്മളൊക്കെ എത്ര വേദന ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിട്ട് വരാം. ചിലപ്പോൾ രോഗമായിരിക്കുമ്പോൾ, അപകടത്തിൽപ്പെടുമ്പോൾ എത്രയോ പേരെ സഹായിക്കാനൊക്കെയാണല്ലോ നമ്മുടെ പ്രതിസന്ധിയിൽ. ഈശോയ്ക്ക് ഏറ്റവും നിർണായകമായ സമയത്ത് ആരും കൂടെ തന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത്രമാത്രം ഭീകരവും കഠിനവും അഗാധവുമായിരുന്നു ഈശോയുടെ പീഡാസഹനം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പീഡാസഹനങ്ങളെ, ആ കുരിശ് ചൂണ്ടുള്ള യാത്രയെ, കുരിശിൻ്റെ വഴിയൊക്കെ നമ്മൾ ഈ വെള്ളിയാഴ്ച അനുസ്മരിച്ച് ശിലുവാപ്പാത നടത്തുകയാണ്. എല്ലായിടത്തും ആഘോഷപൂർവമായിട്ടുള്ള ശിലുവാപ്പാത നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു, താനോട് മാപ്പപേക്ഷിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ കുരിശിൻ്റെ വഴി ഏതായിരിക്കണമെന്ന് ഈശോ തന്നെ പ്രത്യേകമായിട്ട് നമ്മളെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഈശോ പറയുണ്ടായി, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം ത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അനുദിനം സ്വയം ത്യജിച്ച് തൻ്റെ അനുദിനം കുരിശുമെടുത്തിൻ്റെ പിന്നാലെ വരണം. അതാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ ഈശോയുടെ സൂചിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ കുരിശ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ദൈവവിളിയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് ഈ ലോകത്തിൽ. ആ ദൗത്യം ഏറ്റവും വിശ്വസ്തയോടെ നിങ്ങൾ നിറവേറ്റണം. ദൈവഹിതമനുസരിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം, ആ ദിവ്യവിളി ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നിങ്ങൾ നിറവേറ്റണം. അതിന് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും, ത്യാഗം വേണ്ടി വരും, നഷ്ടങ്ങളുണ്ടായെന്ന് വരാം, ആരോപണങ്ങൾ ഉയർന്നെന്നും വരാം, അവഹേളനങ്ങൾ സഹിക്കേണ്ടി വന്നെന്നും വരാം, പട്ടിണി കിടക്കേണ്ടി വന്നെന്നും വരാം, പ്രവാസിയായിട്ട് ജീവിക്കേണ്ടി വന്നെന്നും വരാം, രോഗിയായെന്നും വരാം, ആരോഗ്യം നശിച്ചെന്ന് വരാം. ഇങ്ങനെ ജീവിതത്തിൻ്റെ നൂറ് അനുഭവങ്ങൾ. അതെല്ലാം പക്ഷേ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റുവാനുള്ള ലക്ഷ്യത്തോടുകൂടി ആണ് നിർവഹിക്കുന്നതെങ്കിൽ, അതിനുവേണ്ടിയാണ് ഇതെല്ലാം സഹിക്കുന്നതെങ്കിൽ, ഇതെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നതെങ്കിൽ, അതാണ് നിങ്ങളുടെ കാൽവരി യാത്ര. അതാണ് നിങ്ങളുടെ കുരിശെന്ന് പറയുന്നത്. ആ കുരിശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നവനാണ് എനിക്ക് യോഗ്യൻ. ഇതാണ് ഈശോ പറയുന്നത്. ഒരു ക്രൈസ്തവൻ അങ്ങനെ ആയിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. തൻ്റെ അനുയായി അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ധീരതയോടുകൂടെ കുരിശ് ചുമക്കാൻ കഴിവുള്ളവനായിരിക്കണം, തൻ്റെ ഇടമുള്ളവനായിരിക്കണം ഒരു ക്രിസ്ത്യാനി. അത് ബലഹീനന്മാർക്കുള്ളതല്ല. ക്രൈസ്തവ വിശ്വാസം ബലഹീനന്മാർക്കുള്ളതല്ല, അത് ബലവാന്മാർക്കുള്ളതാണ്, ബലഹീനന്മാർക്കുള്ളതല്ല. അങ്ങനെ തൻ്റെ അനുയായികൾ തന്നെപ്പോൾ തന്നെ ഈ കുരിശുമെടുത്ത് പിന്നാലെ വരുവാൻ തയ്യാറാകണം. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ഈ കുരിശെടുക്കുവാൻ തയ്യാറാകണം. അതാണ് ഒരു ക്രിസ്ത്യാനി. ഈശോ മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയ അവരുടെ സ്നേഹത്തെ പ്രതിയാണ് കുരിശെടുത്തതെങ്കിൽ ഓരോ ക്രൈസ്തവനും
തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ കുരിശെടുക്കുവാൻ തയ്യാറാകണം. ഈശോയ്ക്ക് വേണ്ടിയല്ല, പക്ഷേ ഈശോയുടെ ഹിതം ഇതാണ്. ഈശോയ്ക്ക് വേണ്ടിയല്ല കുരിശെടുക്കുക, നമുക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ കുരിശെടുക്കുവാൻ ഈശോയുടെ ആ സ്നേഹത്തിൽ പങ്കുചേർന്നുകൊണ്ട്, ആ ദൈവസ്നേഹത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെയും സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിട്ട് ഈ ജീവിത ദൗത്യങ്ങളെ, ജീവിത കർത്തവ്യങ്ങളെ നിറവേറ്റുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കുരിശിൻ്റെ പാത ജീവിക്കുകയാണ്. കുരിശിൻ്റെ പാതയിലൂടെ നമ്മൾ നടക്കുകയാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു കുരിശിൻ്റെ വഴിയായിട്ട് മാറുകയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി രൂപം കൊള്ളുന്നത്. ഈ വെള്ളിയാഴ്ചയിലെ തിരുക്രമങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനും യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ഈശോയുടെ കുരിശിൻ്റെ പിന്നാലെ പോകുന്ന, കുരിശുമെടുത്തുകൊണ്ട് ഈശോയുടെ പിന്നാലെ പോകുന്ന ഒരു ക്രിസ്ത്യാനിയായി മാറാനും നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം.